അതിതീവ്ര മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് തലസ്ഥാന നഗരവും. തലസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ഒക്കെ നൽകിയിരിക്കുന്നത്. മഴയുടെ തീവ്രത എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾക്ക് സമീപമാണ് ഞാനിപ്പോൾ ഉള്ളത്. തിരുവനന്തപുരത്ത് മൈലാമൂട് ചപ്പാത്ത് എന്ന സ്ഥലത്ത് നിന്നാണ് ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ കരമനയാറിന്റെ ഒരു കൈവരി കടന്നു പോവുകയാണ്. ആ കൈവരിക്ക് സമീപത്താണ് ഞാനുള്ളത്. ഇവിടെ ഈ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ അല്പസമയം മുമ്പ് തുറന്നിരിക്കുകയാണ്. അത് തുറന്ന പശ്ചാത്തലത്തിലാണ് ഈ റോഡ് മൂടിക്കൊണ്ട് വെള്ളം അതിശക്തമായി ഇതുവഴി പാഞ്ഞൊഴുകുന്നത്. ഈ റോഡിന്റെ അല്ലെങ്കിൽ ഈ പാലത്തിന് അടിയിലൂടെ ഒഴുകുന്ന ഈ കരമനയാറിന്റെ കൈവരിയാണ്. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ അല്പസമയം മുമ്പ് തുറന്നതിനെ തുടർന്ന് ഈ റോഡ് മൂടിക്കൊണ്ട് ശക്തമായി അവിടേക്ക് ഒഴുകുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിന് മറുവശത്ത് വീടുകൾ വളരെ കുറവാണ്. ഒരു സ്ഥാപനമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ കൈവരികൾ, ഈ കരമനയാറിന്റെ കൈവരികൾ ഇങ്ങനെ കവിഞ്ഞൊഴുകുന്നത് ആളുകൾക്ക് വലിയ തരത്തിലൊരു ഭീഷണിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നിമിഷ നേരം കൊണ്ടാണ് നമ്മളിവിടെ വന്ന് വാഹനം മറുവശത്തേക്ക് പോകാൻ കഴിയാതെ നിൽക്കുന്ന മിനിറ്റുകൾക്കുള്ളിലാണ് ഈ റോഡിന്റെ പ്രധാന ഭാഗങ്ങൾ മുഴുവൻ മൂടിക്കൊണ്ട് ഈ പാലത്തിന് മുകളിലൂടെ, റോഡിന് മുകളിലൂടെ വെള്ളം കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതാണ് സാഹചര്യം. മഴ മാറി നിൽക്കുകയാണ്, വെയിലുണ്ട് ചെറുതായിട്ട്. പക്ഷെ അതിനിടയിലും ഈ മലവെള്ളവും അതോടൊപ്പം അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത് മൂലം കുതിച്ചെത്തുന്ന ഇരച്ചെത്തുന്ന വെള്ളവും ഒരുമിച്ച് ഈ കരമനയാറിന്റെ കൈവഴിയിലൂടെ ഒഴുകുകയാണ്. ഇതാണ് പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളിലെ എല്ലാം കാഴ്ച. തലസ്ഥാനത്ത് മഴയുടെ ശക്തി എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. എനിക്ക് ഇതുവഴി മറുകരയിലേക്ക് പോകാൻ കഴിയുമെന്ന് സമീപത്തുള്ളവർ പറയുമ്പോഴും അത്ര റിസ്ക് എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. കാരണം വെള്ളം എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ ഇരച്ചെത്താം. ഈ പാലത്തിന്റെ മുകൾ ഭാഗം മൂടിക്കൊണ്ട് അത് വീണ്ടും പാഞ്ഞൊഴുകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വഴി അവിടേക്ക് കടന്നു പോകാതെ ഇവിടെ നിന്നുകൊണ്ട് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഓർക്കുക, ആറിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവർ കൃത്യമായി ജാഗ്രത പാലിക്കുക. ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം ജില്ലാ ഭരണകൂടവും നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതിന്റെ അനിവാര്യത ഉറപ്പുവരുത്തുന്ന ദൃശ്യങ്ങളാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഈ മഴക്കാലം തുടങ്ങിയപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ ഒരാഴ്ച പിന്നിട്ട് കഴിയുമ്പോൾ അതിന്റെ കെടുതി, ഭീകരത എത്രത്തോളമാകുമെന്ന് കൃത്യമായ സൂചന നൽകുന്ന തരത്തിലാണ് ഈ ജലാശയങ്ങൾ നിറഞ്ഞൊഴുകുന്ന വെള്ളം ബാക്കി വെക്കുന്ന ഓർമ്മകളും. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.